ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം ലഭിച്ചതിൽ SITക്ക് വലിയ വീഴ്ച. ശബരിമലയിൽ യുവതീ പ്രവേശന നീക്കം തടഞ്ഞതിലുള്ള സർക്കാരിന്റെ പ്രതികാരമാണ് തന്റെ അറസ്റ്റിലേക്ക് നയിച്ചതെന്നാണ് തന്ത്രിയുടെ വാദം. എല്ലാ ദിവസവും ക്ഷേത്രം തുറക്കാനുള്ള സർക്കാർ നീക്കവും താൻ തടഞ്ഞു. എന്നാൽ ശബരിമലയിലെ എല്ലാത്തിന്റെയും അവസാന വാക്ക് തന്ത്രി എന്നായിരുന്നു SIT കോടതിയിൽ ഉന്നയിച്ച വാദം. സാക്ഷിമൊഴികളുണ്ടെന്നും SIT വാദിച്ചു. കൊള്ളയിൽ തന്ത്രിയുടെ പങ്ക് SITക്ക് തെളിയിക്കാനായില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം ലഭിച്ചതിൽ SITക്കുണ്ടായത് വലിയ വീഴ്ച. തന്റെ അറസ്റ്റിനു പിന്നിൽ പ്രതികാരമെന്നായിരുന്നു കോടതിയിൽ തന്ത്രിയുടെ വാദം. ശബരിമലയിൽ യുവതീ പ്രവേശന നീക്കം തടഞ്ഞതും ക്ഷേത്രം എല്ലാ ദിവസവും തുറക്കാനുള്ള സർക്കാർ നീക്കം തടഞ്ഞതുമാണ് പ്രതികാര കാരണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടെന്ന് സ്ഥാപിച്ചതിലും ദുരുദ്ദേശമെന്നും തന്ത്രി വാദമുയർത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുക്കൾ ശബരിമലയിൽ ജോലി ചെയ്തിരുന്നത് SIT മറച്ചുവെച്ചുവെന്നും ഗുരുതരാരോപണം. എന്നാൽ ശബരിമലയിലെ എല്ലാത്തിന്റെയും അവസാന വാക്ക് തന്ത്രി എന്നായിരുന്നു SIT കോടതിയിൽ ഉന്നയിച്ച വാദം. സ്വർണ്ണപ്പാളി കടത്തുന്നതിൽ മറ്റു പ്രതികളുമായി ഗൂഢാലോചന നടത്തി. സാക്ഷിമൊഴികളുണ്ടെന്നും SIT വാദം. കൊള്ളയിൽ തന്ത്രിയുടെ പങ്ക് SITക്ക് തെളിയിക്കാനായില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. പ്രോസിക്യൂഷന്റെ ദുർബലമായ വാദങ്ങളാണ് തന്ത്രിക്ക് ജാമ്യം ലഭിക്കാൻ കാരണമായത്. അതേസമയം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന് കട്ടിളപ്പാളി കേസിൽ കൊല്ലം വിജിലൻസ് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. ദ്വാരപാലക ശില്പക്കേസിൽ റിമാൻഡ് തുടരുന്നതിനാൽ ജയിൽ മോചിതനാവാൻ കഴിയില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉയരുന്ന ആരോപണങ്ങൾക്കെതിരെ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S. ജയശ്രീ സുപ്രീം കോടതിയിൽ പുതിയ സത്യവാങ്മൂലം ഫയൽ ചെയ്തു. കേസിൽ S. ജയശ്രീക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചു. ആരോഗ്യ കാരണങ്ങൾ പരിഗണിച്ചാണ് സുപ്രീം കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.